ഹായ് ഫ്രണ്ട്സ്, പത്തരമാറ്റിൻ്റെ ഇന്നത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ പോലീസുകാർ അബിയെ കൊണ്ടുപോകുമ്പോൾ അബി പറയുകയാണ്, ഞാൻ അനന്തമൂർത്തിയുടെ കൊച്ചുമോനാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പോലീസുകാർ പറയുകയാണ്, മനസ്സിലായി, നീ അനന്തമൂർത്തിയുടെ കൊച്ചുമോനാണെന്ന്. നീ ഈ നാട്ടിലെ വലിയ പണക്കാരനെ തന്നെ പിടിച്ചു അല്ലേ എന്നൊക്കെ പറഞ്ഞ് പോലീസുകാർ കളിയാക്കുന്നു. എന്നിട്ട് പോലീസുകാർ പറയുന്നത്, ഞങ്ങൾക്ക് നല്ല സംശയമുണ്ട്, നീ ഇനി കള്ളനാണോ അതോ കുറവയാണോ, കുറവ സംഘത്തിലുള്ളതാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. എന്നിട്ട് പോലീസ് പറയുകയാണ്, തെളിയാത്ത കേസുകളൊക്കെ ഇത്തരം പറഞ്ഞേ പറ്റുള്ളൂ എന്ന് പോലീസുകാർ പറയുമ്പോൾ അബി അപ്പോഴും പറയുകയാണ്, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന്. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ നന്ദുവിനെ അടിക്കാൻ വേണ്ടി അനാമികയുടെ അച്ഛനാണെങ്കിൽ ഒരു ഗുണ്ടയെ ഏർപ്പെടുത്തുകയാണ്. എന്നിട്ട് ആ ഗുണ്ടയ്ക്ക് അനാമികയുടെ അച്ഛൻ നന്ദുവിൻ്റെ ഫോട്ടോയൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. അനാമികയുടെ അച്ഛൻ പറയുകയാണ്, ഇവൾ കാണും പോലെയൊന്നും അല്ല, ഇവൾ നല്ല കൈത്തഴമ്പുള്ള പെൺകുട്ടിയാണ്, 4-5 ആണുങ്ങളെ ഇവൾ അടിച്ച് തെറിപ്പിച്ചവളാണ്, അതുകൊണ്ട് നോക്കി വേണം ഇവളോട് ഇടപെടാൻ എന്ന് പറയും. അപ്പോൾ ആ ഗുണ്ട പറയുന്ന, അതൊന്നും നിങ്ങൾ പേടിക്കേണ്ട, ഇവളെ അടിച്ചൊതുക്കണ കാര്യം ഞാൻ ഏറ്റു, സാർ എന്തായാലും കാശ് തന്ന് ഡീൽ ഉറപ്പിക്കുക എന്നാണ് ആ ഗുണ്ട പറയുന്നത്. അപ്പോൾ അനാമികയുടെ അച്ഛൻ പറയാണ്, നേരത്തെ കാശ് വാങ്ങിച്ച അവന്മാരും കാശും കൊണ്ട് മുങ്ങുകയാണ് ചെയ്തത്, അവൾ അടിയും കൊണ്ട്, അതുപോലെ ആകരുത് എന്ന് പറയുമ്പോൾ ഗുണ്ട പറയുകയാണ്, ഇത് അതുപോലെയൊന്നും ആകില്ല, ഞാൻ അവളെ തല്ലി ഇവിടെ നിന്ന് തന്നെ ഓട്ടിക്കുമെന്ന്. അപ്പോൾ അനാമികയുടെ അച്ഛൻ പറയുന്നത്, തല്ലിയാലും കുഴപ്പമില്ല, കൊന്നാലും കുഴപ്പമില്ല, ഇനി അവളെ കൊണ്ട് എൻ്റെ മോൾക്ക് ഒരു ശല്യവും ബുദ്ധിമുട്ടും ഉണ്ടാകരുത് എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞ് അബിയെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരുന്നതാണ് കാണിക്കുന്നത്. കൊണ്ടുവന്ന് ഒക്കെ ചെയ്യുമ്പോൾ അബി പറയുകയാണ്, എൻ്റെ മുത്തച്ഛനെ ഒന്ന് വിളിക്കുമ്പോൾ വിളിക്കാൻ പറയുമ്പോൾ പോലീസുകാർ കേൾക്കുന്നില്ല. എന്നിട്ട് പോലീസുകാർ പറയുകയാണ്, ഇനി എങ്ങാണ്ട് ഞങ്ങൾ സാറിനെ വിളിക്കുകയാണെങ്കിൽ ഞങ്ങൾ ജോലി കൂടി പോകും, അതുകൊണ്ട് ഞങ്ങൾ ആരും വിളിക്കത്തില്ല എന്ന് അബിയോട് പോലീസ് പറയുകയാണ്. അബിക്ക് നല്ല വൃത്തി അടി കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് അബിയെ ലോക്കപ്പിലാക്കുന്നു. കഴിഞ്ഞ് ദേവയാനി ഓരോന്നും ഓർമ്മിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. ആദർശ് ആ ഹോസ്പിറ്റലിൽ വന്നതും നയനയെ കുറിച്ച് പറഞ്ഞതും ഇങ്ങനെ നയന വന്നപ്പോൾ ഓട്ടിച്ച് വിട്ടതും എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഓർക്കുകയാണ്. എന്നിട്ട് ആദർശ് പറഞ്ഞിട്ടുണ്ട്, അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അമ്മയ്ക്ക് ജീവൻ വരെ തയ്യാറായിട്ട് നിൽക്കുന്ന പെൺകുട്ടിയാണ് നയന. ഇതെല്ലാം ഓർത്തുകൊണ്ടിരുന്നിട്ട് ദേവയാനി ഡോക്ടറെ വിളിക്കുകയാണ്, കരൾ മാറ്റിവെച്ച ഡോക്ടറിനെ വിളിക്കുമ്പോൾ ഡോക്ടർ ഫോൺ എടുക്കുമ്പോൾ ഡോക്ടറുടെ അടുത്ത് പറയുകയാണ്, ഞാൻ ദേവയാനിയാണെന്ന്. അപ്പോൾ ഡോക്ടർ ചോദിക്കും, എന്തെങ്കിലും അവശതയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, എൻ്റെ മനസ്സിനാണ് വല്ലാത്ത അവശത എന്ന് പറയും. അതെന്താ കാരണമെന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ ദേവയാനി പറയുന്നു, എനിക്ക് കരൾ ദാനമായി തന്ന പെൺകുട്ടിയെ അറിയാമോ, ഇവിടെ ഉള്ളവരാരും ചോദിച്ചിട്ട് പറയുന്നില്ല, ഡോക്ടറിനെങ്കിലും അറിയാമല്ലോ, ഡോക്ടറെങ്കിലും ആ രഹസ്യം എൻ്റെ അടുത്ത് പറയുമോ എന്ന്. അപ്പോൾ ഡോക്ടർ പറയുന്നു, ആ പെൺകുട്ടിയും ഭർത്താവും ഒരിക്കലും ദേവയാനിയുടെ അടുത്ത് പറയില്ലെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്, പിന്നെ ഞാൻ അതെങ്ങനെ പറയും, കുട്ടിയുടെ ഫോൺ നമ്പറെങ്കിലും ഒന്ന് തരുമോ എന്ന് ചോദിക്കും. എന്നിട്ട് പറയുകയാണ്, ഇത്രയും സഹായം എനിക്ക് ചെയ്ത കുട്ടിയെ ഒന്ന് അറിയാനുള്ള അവകാശം പോലും എനിക്കില്ലേ എന്ന്. അപ്പോൾ ഡോക്ടർ പറയാണ്, ദേവയാനിയുടെ ബന്ധുക്കൾ തന്നെ പറയാതെ ഇരിക്കുന്നിടത്തോളം കാലം പിന്നെ ഞാനെങ്ങനെ ആ രഹസ്യം പുറത്ത് പറയും, എന്നെക്കൊണ്ട് കഴിയില്ല എന്ന് സോറിയും പറയാണ് ഡോക്ടർ. എന്നിട്ട് ഫോൺ കട്ട് ചെയ്യാണ് ചെയ്യുന്നത്. കട്ട് ചെയ്യുമ്പോൾ ദേവയാനി സങ്കടത്തോടെ നിൽക്കുന്നത് കാണുമ്പോൾ ജലജ വന്നിട്ട് ചോദിക്കുകയാണ്, എന്താ ഏട്ടത്തി ഒരു വിഷമം, ആദർശം ജേട്ടനും വിളിച്ചില്ലേ, അതുകൊണ്ടാണോ വിഷമം എന്ന് ചോദിക്കും. അല്ല, എനിക്ക് കരൾ ദാനം തന്ന കുട്ടിയെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ, അത് അറിഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് പറയാത്തത്, നിങ്ങളാരും കണ്ടിട്ടില്ല ഏട്ടത്തി, അഥവാ കണ്ടാലും എന്തിനാ ഏട്ടത്തിയുടെ അടുത്ത് മറച്ചു വെക്കുന്നത് എന്ന്. കുട്ടിയെ സഹായിക്കണതിൽ ഇവിടെ ആർക്കും ഒരു എതിർപ്പുമില്ല എന്ന് പറയും. അപ്പോൾ ദേവയാനി പറയാണ്, എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ ജലജ ചോദിക്കണം, അത് എന്താ സംശയമെന്ന്. അപ്പോൾ ദേവയാനി പറയുന്ന, ഒന്നുമില്ല എന്ന്. പെൺകുട്ടിയെ കൊടുക്കാൻ വേണ്ടി ഞാൻ 50 ലക്ഷം രൂപ ചെക്കിന് ആദർശിൻ്റെ കയ്യിൽ കൊടുത്തയച്ചു. അപ്പോൾ ആദർശ് എൻ്റെ അടുത്ത് പറഞ്ഞത് ആ കുട്ടി വാങ്ങിച്ചിരുന്നു എന്നൊക്കെയാണ്, പക്ഷേ ഇതുവരെയ്ക്ക് ആ ചെക്ക് ബാങ്കിൽ പ്രസൻറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ജലജ മനസ്സിൽ ഓർക്കുകയാണ്, ഇവിടെ ആവശ്യമുള്ളവർക്ക് പണം കിട്ടുന്നില്ല, ഒരുത്തി കരൾ ദാനം ചെയ്ത പേരിൽ അവർക്ക് 50 ലക്ഷം ഒക്കെ കൊടുക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നു എന്നിങ്ങനെ മനസ്സിൽ ഓർമ്മിച്ച് നിൽക്കുക. അപ്പോൾ എന്നിട്ട് ജലജ ചോദിക്കുകയാണ്, ഏട്ടത്തി കുടിക്കാൻ വല്ല വെള്ളവും എന്തെങ്കിലും വേണോ എന്ന്. ഒന്നും വേണ്ട എന്ന് പറയും. അപ്പോൾ ജലജ പോവുകയാണ്. എന്നിട്ട് ദേവയാനി ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഹോസ്പിറ്റലിൽ വന്നപ്പോൾ ജയനോട് ദേവയാനി പറഞ്ഞല്ലോ, അവിടെ ഒരു കാരണവശാലും ഇവിടെ നിർത്തരുത്, അവളെ കാണുമ്പോൾ എനിക്ക് അസുഖം കൂടുകയുള്ളൂ, അതുകൊണ്ട് അവളെ ഇവിടെ നിന്ന് മാറ്റണം എന്നൊക്കെയല്ലേ ദേവയാനി പറഞ്ഞത്, അതൊക്കെ ഓർമ്മിക്കുകയാണ്. എന്തിനാ അവളെ വെറുക്കുന്ന, അവളെ നീ വെറുക്കും തോറും നിനക്ക് ഗുണത്തേക്കാൾ ദോഷമേ ഉണ്ടാവുകയുള്ളൂ, അതുകൊണ്ട് നീ അവളെ വെറുക്കരുത്. അപ്പോൾ ദേവയാനി ചോദിക്കുക, നിങ്ങളൊക്കെ എന്തിനാണെന്തോ അവളെ സപ്പോർട്ട് ചെയ്യുന്നത്, ഇപ്പോൾ പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല, അതെന്തെങ്കിലും മനസ്സിലാവും എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ദേവയാനി ഓർമ്മിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതിനുശേഷം മലയ്ക്ക് പോയവരെല്ലാം അബീനെ നിർത്തിയിട്ട് പോയ ആ അമ്പലത്തിലേക്ക് വരികയാണ്. എന്നിട്ട് അബീനെ കാണുന്നില്ല. എന്നിട്ട് അബിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്.
ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല, ഫോൺ നഷ്ടപ്പെട്ടു പോയല്ലോ, അത് അവർക്ക് അറിഞ്ഞൂടല്ലോ. അപ്പോൾ അവിടെ നിന്ന് ഒരാളെടുത്ത് ഫോട്ടോയൊക്കെ കാണിച്ചിട്ട് ചോദിക്കുകയാണ്, ഇങ്ങനെ ഒരു ചെറുപ്പക്കാരനെ ഇവിടെ നിർത്തിയിട്ട് പോയി, നിങ്ങൾക്കറിയാമോ എന്ന്. അപ്പോൾ അവരും പറയുന്നു, ഞാൻ കണ്ടിട്ടില്ല, വേണമെങ്കിൽ അപ്പുറത്തൊരു തട്ടുകടയുണ്ട്, ആ കടയിലൊന്ന് ചോദിച്ചു നോക്കുമെന്ന് അവരടുത്ത് പറയുന്നു. ഇവിടെ ഉള്ളവരൊക്കെ ആ തട്ടുകടയിൽ പോവുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ എന്തായാലും അവിടെ പോയി അന്വേഷിക്കുക എന്ന് പറയുമ്പോൾ ജയനാണെങ്കിൽ വണ്ടി എടുക്കുക എന്ന് പറഞ്ഞ് അങ്ങനെ വണ്ടി എടുത്ത് തട്ടുകടയിൽ അങ്ങോട്ട് പോയി അന്വേഷിക്കാൻ പോവുകയാണ്. അവർ തട്ടുകടയിലേക്ക് പോയതിന് ശേഷം ഒരു ചായക്കൊക്കെ പറഞ്ഞതിന് ശേഷം അവർ അബിയുടെ ഫോട്ടോയൊക്കെ കാണിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ഒരു ചെറുപ്പക്കാരനെ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ആ തട്ടുകടക്കാരൻ പറയുന്നു, ഇത് ആ കള്ളനല്ലേ എന്ന് പറയുകയും ചെയ്യുന്നു. അപ്പോൾ അവർ പറയണ കള്ളനല്ല, അത് ഞങ്ങളുടെ കൂടെ ഉള്ളവനാണ്, അവന് കാര്യസുഖമില്ലാത്തത് കൊണ്ട് ഇവിടെ ഇരുത്തിയിട്ട് പോയതാണ്. അപ്പോൾ തട്ടുകടക്കാരൻ ആലോചിക്കുന്നു, ഇനി ഇവരും കുറുവാ സംഘത്തിൽപ്പെട്ടവരാണോ എന്ന്. പരിചയമില്ലാത്ത ആൾക്കാരെയൊക്കെ പോലീസാണ് പിടിച്ചുകൊണ്ട് പോകുന്നത് എന്ന് പറയുന്നു. എന്നിട്ടും തട്ടുകടക്കാരന് വിശ്വാസം വരുന്നില്ല. എന്നിട്ട് തട്ടുകടക്കാരൻ ചോദിക്കുന്നു, നിങ്ങളുടെ അടുത്ത് ചായക്ക് പൈസയൊക്കെ ഉണ്ടല്ലോ എന്ന്. നേരത്തെ വന്നവൻ്റെ കയ്യിൽ ചായക്ക് പൈസയൊന്നും ഇല്ലായിരുന്നു എന്ന്. അപ്പോൾ അജയൻ പറയുകയാണ്, അതിന് അവൻ്റെ കയ്യിൽ പൈസയൊക്കെ ഉണ്ടായിരുന്നല്ലോ എന്ന്. അപ്പോൾ തട്ടുകടക്കാരൻ പറയുന്നു, എന്തോ മോഷണം പോയി എന്നൊക്കെയാണ് പറയുന്നതെന്ന്. അപ്പോൾ വീണ്ടും ചോദിക്കുകയാണ് തട്ടുകടക്കാരൻ, നിങ്ങളുടെ കയ്യിൽ പൈസയൊക്കെ ഉണ്ടല്ലോ എന്ന്. അപ്പോൾ ദേഷ്യം വന്ന് ജയൻ ചായയൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഒന്നും വേണ്ടാന്ന് പറഞ്ഞ് പോകുമ്പോൾ തട്ടുകടക്കാരൻ പറയുന്നു, കണ്ടിട്ട് കള്ളന്മാരൊന്നും തോന്നുന്നില്ല, എന്നാലും ഇപ്പോൾ കള്ളന്മാരുടെ കയ്യിലാണല്ലോ പൈസയൊക്കെ ഉള്ളത് എന്നിങ്ങനെ ഒരുമാതിരി കളിയാക്കി ഇങ്ങനെ സംസാരിക്കുന്നത്. എന്നിട്ട് മുത്തശ്ശൻ ജലജയോട് പറയുന്നു, മക്കൾ മലയ്ക്ക് പോകുന്ന സമയത്ത് അമ്മമാരിങ്ങനെ പരദൂഷണവും പറഞ്ഞുകൊണ്ടിരിക്കരുത്, മക്കൾക്ക് നല്ലതാണ് പറഞ്ഞു കൊടുക്കാനുള്ളത്. അപ്പോൾ ജലജ പറയും, ഞാനെന്ത് ചെയ്തിട്ടാ അച്ഛാ, അവൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് അവൻ ആദ്യമായിട്ടല്ലേ മലയ്ക്ക് പോകുന്നത്, ഇതിന് മുമ്പ് മലയ്ക്ക് പോയപ്പോൾ അവനക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായില്ലല്ലോ, ഈ കല്യാണം കഴിഞ്ഞതിന് ശേഷം നവ്യ വന്നതിന് ശേഷമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പറഞ്ഞ് നവ്യ ഓരോ കുറ്റങ്ങൾ അങ്ങനെ പറയുകയാണ് ജലജ. ഭാര്യയുടെ കുഴപ്പം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, അല്ലെങ്കിൽ തന്നെ ഇവിടെ കയറി വന്ന മരുമക്കളുടെ കുഴപ്പങ്ങളൊക്കെ കൊണ്ടാണ് ഇങ്ങനെ അടിക്കടിക്ക് ഓരോ പ്രശ്നങ്ങൾ സംഭവിക്കുന്നത്. കേൾക്കുമ്പോൾ ജാനകിക്ക് ദേഷ്യം വരികയാണ്, എൻ്റെ മരുമകളെ ഇതിൽ ഉൾപ്പെടുത്തണ്ട, അവൾ ഈ തറവാടിൻ്റെ അന്തസ്സിനും അഭിമാനത്തിനും ചേർന്ന രീതിയിൽ തന്നെയാണ് ഈ കുടുംബത്തിൽ കയറി വന്നത്. എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ദേവയാനി ഒരു ദോശ എടുക്കാൻ വേണ്ടി മുത്തശ്ശനടുത്ത് പറയുകയാണ്. അപ്പോൾ ജാനകി പറയുകയാണ്, ഇവിടെ നിന്ന് എൻ്റെ മരുമകൾ പിണങ്ങിപ്പോയിട്ട് ആരും ഇവിടെ നിന്ന് വിളിക്കാൻ പോയിട്ടില്ല, ചെയ്ത് തെറ്റ് എന്താണെന്ന് നിനക്കറിയില്ലേ ജാനകി, നിന്റെ മുമ്പിൽ വെച്ചിട്ടല്ലേ അവൾ നയനമോളെ പിടിച്ച് തള്ളിയത്. ജലജ പറയുകയാണ്, അതിനെന്താ, അതിനൊക്കെ പ്രതികാരമായിട്ട് നന്ദു അനാമിക മോളുടെ ചെകിട്ടത്തടിക്കുകയും നിലത്തിട്ട് ചവിട്ടുകയൊക്കെ ചെയ്തല്ലോ എന്ന്. അപ്പോൾ മുത്തശ്ശൻ പറയുകയാണ്, സുഖമില്ലാത്ത അവളുടെ ചേച്ചിയെ പിടിച്ച് തള്ളിയോണ്ടല്ലേ എന്ന് പറഞ്ഞിട്ട് മാറ്റിയിട്ട് അവശതയുള്ള അവളുടെ ചേച്ചിയെ പിടിച്ച് തള്ളിയോണ്ടല്ലേ അവൾ അടിച്ചതെന്ന്. അപ്പോൾ ദേവയാനിക്ക് സംശയമാണ് തോന്നുന്നത്. അപ്പോൾ ദേവയാനി ചോദിക്കുകയാണ്, എനിക്ക് എന്ത് അവശതയാണ് എന്ന്. അപ്പോൾ ജലജ ആണെങ്കിൽ കളിയാക്കിക്കൊണ്ട് പറയുകയാണ്, ഏട്ടത്തി അറിഞ്ഞില്ലേ, ഏട്ടത്തിക്ക് കരൾ തന്നത് നയനയാണ് എന്നിങ്ങനെ കളിയാക്കി പറയുമ്പോൾ ദേവയാനിക്ക് അറിയില്ലല്ലോ. ദേവയാനി അങ്ങനെ മിണ്ടാതെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിക്ക് അറിയാം, അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ്. ഇത് ഇങ്ങനെ കളിയാക്കി പറഞ്ഞ സമയത്ത് ജാനകി പറയുകയാണ്, ഇനി അവൾ കരൾ പകുത്ത് കൊടുക്കാൻ പോകുന്നു, വേറെ ജോലിയില്ല, അവൾ ഏട്ടത്തി ഹോസ്പിറ്റലിൽ കിടന്ന സമയത്താണെങ്കിലും ഏട്ടത്തി രക്ഷപ്പെടില്ലേ എന്നായിരിക്കും അവൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചത്, പിന്നെയാണ് അവൾ കരൾ കൊടുക്കാൻ എന്നൊക്കെ ഇങ്ങനെ ജാനകിയും കളിയാക്കി പറയുന്നുണ്ട്. ശൈലജ പറയുകയാണ്, ഈ കുടുംബത്തിന് നന്മ ആഗ്രഹിക്കുന്ന പെൺകുട്ടികളായിരിക്കണം നമ്മളെ കുടുംബത്തിൽ വരേണ്ടിയിരുന്നത്, എന്നിട്ട് ആ കുട്ടികൾക്ക് സഹായിക്കുന്നതിൽ ഇവിടെ ആർക്കും ഒരു കുഴപ്പവുമില്ല എന്ന്. അപ്പോൾ മുത്തശ്ശൻ പറയുകയാണ്, ഈ കുടുംബത്തിന് നന്മ ആഗ്രഹിക്കുകയും കുടുംബത്തെ സ്നേഹിക്കുകയും ചെയ്യുന്ന പെൺകുട്ടി തന്നെയാണ് നയന, അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ആരുടെടുത്തും ചോദിക്കാതെ ഞങ്ങൾ സ്വർണം കൊണ്ട് കൊടുത്തതെന്ന്. അത് കൊടുത്തതിൽ ഇവിടെ എല്ലാവർക്കും ദേഷ്യമുണ്ടെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാമെന്ന്. നയനമോൾ എല്ലാവരെയും സ്നേഹിച്ചും എല്ലാവരെയും അറിഞ്ഞ് തന്നെയാണ് മുന്നോട്ട് പോകണതെന്ന് ഇങ്ങനെ മുത്തശ്ശൻ പറയുമ്പോൾ അപ്പോഴും ദേവയാനിക്ക് സംശയം തോന്നുന്നുണ്ട്. മുത്തശ്ശൻ പറയുകയാണ്, ഈ വീട്ടിൽ ആദ്യമായിട്ട് കയറി വന്നത് ദേവയാനിയും ജാനകിയാണല്ലോ, പക്ഷേ എന്നാലും നിങ്ങളെക്കാളും ഏറ്റവും കൂടുതൽ ഞാൻ മാർക്ക് കൊടുക്കുന്നത് നയനമോൾക്കാണ് എന്ന് പറയാം. എന്നിട്ട് അപ്പോൾ ദേവയാനി ചോദിക്കുകയാണ്, എനിക്ക് കരൾ തന്ന കുട്ടിയെക്കുറിച്ച് നിങ്ങൾ എന്തിനാണ് മറച്ചു വയ്ക്കുന്നതെന്ന് മുത്തശ്ശനോട് ചോദിക്കും. കുട്ടിയെക്കുറിച്ചുള്ള അറിയാനുള്ള അവകാശം എനിക്കില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ മുത്തശ്ശൻ പെട്ടെന്ന് പറയുകയാണ്, ആദർശമോൻ പറഞ്ഞില്ലേ ആ കുട്ടിയും കുട്ടിയുടെ ഹസ്ബൻഡും സ്ഥലത്തില്ല എന്ന്. ആ കുട്ടിയെ കാണാത്തതിന് നല്ല വിഷമമുണ്ടെന്ന് ദേവയാനി പറയുമ്പോൾ മുത്തശ്ശനും ഒന്ന് വിട്ടും പറയുന്നില്ല. അത് കഴിഞ്ഞ് ആദർശ് നയനമോളെ വിവാഹം ചെയ്ത് കൊണ്ടുവന്നപ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ മുത്തശ്ശൻ ഇനി ഓരോന്നായിട്ട് ഇങ്ങനെ പറയുകയാണ്. കുട്ടി ഒരിക്കലും നിന്നെ അമ്മായി അമ്മയായിട്ട് കണ്ടിട്ടില്ല, അമ്മയായിട്ടാണ് കണ്ടിട്ടുള്ളത് എന്നൊക്കെ പറയാം. അപ്പോൾ മുത്തശ്ശിയും പറയണം, ആ കുട്ടിയുടെ നന്മ നീ എന്തെങ്കിലും തിരിച്ചറിയും ദേവയാനി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ദേവയാനി ഇങ്ങനെ പറയുന്ന കാര്യങ്ങളെല്ലാം ഓർത്തെടുത്ത് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, ഓരോന്നാകെ ഓർമ്മിച്ച്
ഇതിനെപ്പറ്റി നല്ലത് പറയുന്ന ജാനകിക്കും ജലജയ്ക്കും ദേവയാനിക്കും ഇഷ്ടപ്പെടുന്നില്ല. ജാനകി ഓരോന്നും ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ മുത്തശ്ശന് ദേഷ്യമാണ് വരുന്നത്. മുത്തശ്ശൻ പറയുകയാണ്, ഭക്ഷണം കഴിക്കുമ്പോൾ ഇങ്ങനെ ഇടന്ന് വാചകം അടിച്ച് ചലയ്ക്കാതെ ഭക്ഷണം കഴിച്ചിട്ട് കഴിച്ചു പോ എന്നിങ്ങനെ ദേഷ്യപ്പെടുകയാണ് ചെയ്യുന്നത്. പിന്നീട് ആദർശും ജയനും എല്ലാം കൂടി പോലീസ് സ്റ്റേഷനിൽ എത്തുകയാണ്. എന്നിട്ട് അബീനെ ലോക്കപ്പിലിട്ടിരിക്കുകയല്ലേ, അബീനെ ലോക്കപ്പിൽ നിന്ന് ഇറക്കി കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. കാണുമ്പോഴേ അജയന് മനസ്സിലാവുന്നു നല്ല വൃത്തി അടിയൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന്. അപ്പോൾ അഭി പറയുകയാണ്, ഞാൻ അനന്തപുരി തറവാട്ടിലെ കൊച്ചുമോനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ പോലീസുകാർ മൈൻഡ് ചെയ്തില്ല എന്ന്. അപ്പോൾ പോലീസുകാരനോട് അജയൻ ചോദിക്കുകയാണ്, നിങ്ങൾ ഒരു ആളിങ്ങനെ പറയുമ്പോൾ അത് നിങ്ങൾ അന്വേഷിക്കുകയല്ലേ വേണ്ടത്, അവരിങ്ങനെ ഓരോന്ന് വിളിച്ച് പറയണോ ഞാൻ ഇന്ന തറവാട്ടിലെ ആണെന്ന്, അപ്പോൾ നിങ്ങളുടെ ഭാഗത്തല്ലേ തെറ്റ്, നിങ്ങളത് വിളിച്ച് അന്വേഷിക്കണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പോൾ പോലീസുകാർ പറയുന്നു, ഈ ഭാഗത്ത് ഒരുപാട് കള്ളന്മാരുണ്ട്, അപ്പോൾ പക്ഷേ ഇവിടെ കുറച്ചധികം മോഷണം നടന്നു, അതുകൊണ്ട് സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടാണ് എന്ന് പറയാം. അതുമല്ല അബി അവിടെ നിന്ന് കടയിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് കാശ് കൊടുക്കാതെ അവിടെ നിന്ന് നിൽക്കുകയാണ് ചെയ്തത്. അത് ശരിയല്ലല്ലോ എന്ന് ജയൻ ചോദിക്കുകയാണ്, അതെന്താണ് നീ ഭക്ഷണം കഴിച്ചിട്ട് കാശ് കൊടുക്കാത്തതെന്ന്. അത് നിങ്ങൾ വന്നിട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞതാണ്, ഇങ്ങനെയാണ് ആ ഹോട്ടലുകാർ വിശ്വസിക്കുമെന്ന്. അപ്പോൾ ഇത് കേസാക്കണമെന്ന് അബി പറയുകയാണ്. അപ്പോൾ ഋഷി പറയുകയാണ്, ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചിട്ട് കാശ് കൊടുക്കാത്ത അത് വലിയ തെറ്റ് തന്നെയാണെന്ന്. എന്നിട്ട് പോലീസുകാരുടെ അടുത്ത് പറയാണ്, ഇതൊന്നും ഇനിയിപ്പോൾ കേസാക്കാൻ നിൽക്കേണ്ട. എന്നിട്ട് പോലീസുകാരനോട് അവർ പറയുകയാണ്, ഇനിയെങ്കിലും ഒരാൾ കാര്യങ്ങൾ പറയുമ്പോൾ അവരെക്കുറിച്ച് വ്യക്തമായിട്ട് ഒന്ന് അന്വേഷിച്ചിട്ട് വേണം കേസെടുക്കാനെന്ന്. എന്നിട്ട് അവർ ഇത്രയും പറഞ്ഞിട്ട് അഭിയേയും വിളിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അജയൻ പറയുകയാണ്, വേണമെങ്കിൽ ആഴ്സയുടെ പേരിൽ നമുക്കൊരു കേസ് ഉണ്ടാക്കാമായിരുന്നു, എന്നിട്ട് അയാളുടെ തൊപ്പ് തെറിപ്പിക്കാമായിരുന്നു. പിന്നെ ഞാൻ അത് ചെയ്യാത്ത എന്തെന്ന് ചോദിച്ചാൽ ഇവനിക്ക് ഇത്രയെങ്കിലും കിട്ടണമായിരുന്നു, അയ്യപ്പസ്വാമി കൊടുത്ത ശിക്ഷയാണ് ഇവനിക്ക്. അപ്പോൾ അഭിയാണെങ്കിൽ ദേഷ്യത്തിന് സങ്കടത്തോടെ ഇങ്ങനെ നിൽക്കുന്ന കാണിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിച്ചിട്ടുള്ളത്.